അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമീന യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും അവർ മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ, ഹസ്തദാനം ചെയ്യുകയും ചെയ്താൽ, അവർ അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാരണങ്ങൾ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടി മുസാഫഹത്ത് ചെയ്ത് കൈ കൊടുത്ത് പിരിയുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരുടെയും പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു, അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നാം സലാമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. സാധാരണയായി നാം സലാം പറയുന്നതിന് മുമ്പ്, കണ്ടുമുട്ടി സലാം പറയുന്നതിന് മുമ്പ് മുസാഫഹത്ത് ചെയ്യാറുണ്ട്. ആ മുസാഫഹത്തിന്റെ മഹത്താണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മുസാഫഹത്ത് ചെയ്ത് അവർ അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. അതുകൊണ്ട് നാം എല്ലാവരും സലാമിന്റെ കൂടെ മുസാഫഹത്തും കൂടെ ചെയ്യാൻ മറക്കരുത്. മറ്റൊന്ന് പറയാനുള്ളത്, മുത്തുനബി പഠിപ്പിക്കുന്നു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. സൽക്രമങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ സാരമായി കാണാൻ പാടില്ല. അത് സുന്നത്തല്ലുള്ളൂ, അത് കൈ കൊടുക്കലൊക്കെ എത്ര വലിയ കാര്യമാണോ, അങ്ങനെ തുടങ്ങി ഏത് നന്മയാണെങ്കിലും, എത്ര ചെറിയ നല്ലൊരു കാര്യമാണെങ്കിലും ഒന്നിനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. അതൊക്കെ നാം ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് മുത്തുനബി പറയാണ്, അത് നിന്റെ സഹോദരനെ പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടെ സമീപിക്കുന്നതാണെങ്കിൽ പോലും ഒരു നന്മയെയും നാം നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏത് നന്മയാണ് നാം ചെയ്ത, ഏതൊരു സുഹൃത്തുമാണ് അള്ളാഹു സ്വീകരിച്ചത് നമുക്ക് ഉറപ്പില്ലല്ലോ. ആ ഒരു ചെറിയൊരു നാം വിചാരിക്കുന്ന ചെറിയൊരു കർമ്മമായിരിക്കാം നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാകുന്നതും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ കാരണമാകുന്നതും സ്വർഗപ്രവേശനത്തിന് നമുക്ക് സൗഭാഗ്യം കിട്ടുന്നതെല്ലാം ആ ഒരു ചെറിയൊരു നന്മ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു നന്മയും നാം നിസ്സാരമായി കാണുകയോ, ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അത് നാം ചെയ്യാതിരിക്കുകയോ ചെയ്യരുതെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാനിലെ അല്ലാത്ത സമയത്തും ഒരുപാട് ഖൈറാത്തുകൾ ചെയ്ത് അള്ളാഹു നമുക്ക് വലിയ റഹ്മത്ത് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.